ഹലോ, വെൽക്കം. ഇന്ന് നമ്മൾ റുമാക്കാം എന്നുള്ള ഒരു മരുന്നിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, വൈദ്യരത്നത്തിന്റെ ഒരു മെഡിസിൻ ആണ് റുമാക്കാം ടാബ്ലറ്റ്. ഇത് എല്ലാവരും അറിയുന്നുണ്ടാവും ഈ മെഡിസിൻ. ഇത് മെയിൻ ആയിട്ട് ആർത്രൈറ്റിസ്, സയാട്ടിക്ക, ബാക്ക് പെയിൻ, ബർസൈറ്റിസ്, ഗൗട്ട്, അതേപോലെ മയാൽജിയ, ന്യൂറാൾജിയ, ഇങ്ങനെയുള്ള വാദം സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖത്തിനും ഈ ടാബ്ലറ്റ് വളരെ ദി ബെസ്റ്റ് ആണ്. ഒരുപാട് പേഷ്യൻസിനെയും കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവരൊക്കെ വിത്തിൻ 3-4 ഡേയ്സ് അവർക്ക് ആ റിസൾട്ട് നമുക്ക് ഡെഫിനറ്റ്ലി കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും മുട്ടുവേദനയോ ബാക്ക് പെയിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറുടെ അടുത്ത് പോകണം. ബട്ട് സ്റ്റിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റുമാക്കാം ടാബ്ലറ്റ്, ട്യൂബ് ടാബ്ലറ്റ് രാവിലെയും വൈകുന്നേരമായിട്ട് ആഫ്റ്റർ ഫുഡിന് നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് വൈദ്യരത്നത്തിന്റെ ഒരു മെഡിസിൻ ആണ് റുമാക്കാം ടാബ്ലറ്റ്. ഓക്കെ, അപ്പോൾ ടാബ്ലറ്റ് നമ്മൾ പൊടിക്കാതെ അങ്ങനെ തന്നെ മിണങ്ങണം. ചിലവർ എന്താ വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് അത് പൊടിച്ചിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ കഴിക്കരുത്, അത് അങ്ങനെ തന്നെ സ്വോളോ ചെയ്യുക. അതിന്റെ ഗുണങ്ങൾ അതനുസരിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നുണ്ടാവും ഈ റുമാക്കാം എന്തിനാണ് മയാൽജിയ, ന്യൂറാൽജിയ. അപ്പൊ ഈ ആൽജിയ എന്താണ് സംഭവം? നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. നമുക്ക് ആദ്യം അതിനെ കുറിച്ചിട്ട് പറയാം ബിഫോർ ടെലിംഗ് എനിത്തിങ് എൽസ്. അപ്പൊ ഈ ആൽജിയ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഗ്രീക്ക് വേർഡാണ്. അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ പെയിൻ ആണ്. ഓക്കെ, ഇപ്പോ നമ്മൾ കേട്ടിട്ടുണ്ടോ ന്യൂറാൽജിയ, മയാൽജിയ, ഫൈബ്രോമയാൽജിയ, അതിന്റെ അർത്ഥം പെയിൻ. ഇപ്പോ ന്യൂറാൽജിയ എന്ന് എടുക്കുമ്പോൾ നമ്മുടെ ഞരമ്പിൽ വരുന്ന ഒരു വേദന, അതിനാണ് ന്യൂറാൽജിയ എന്ന് പറയാം. മയാൽജിയ എന്ന് വെച്ചാൽ എന്താണ്? മസിൽസിൽ വരുന്ന ഒരു പെയിൻ, ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിന് വരുന്ന ഒരു വേദനയാണ്. അതുകൊണ്ടാണ് അതിനെ മയാൽജിയ എന്ന് പറയുന്നത്. എന്തെങ്കിലും നിങ്ങൾ ആൽജിയ എന്ന് കേട്ടോ, ദാറ്റ് മീൻസ് പെയിൻ. ഓക്കെ, കാരണം പണ്ട് കാലത്ത് നമ്മൾ ഈ ഭാഷ ആയിരുന്നില്ല. സംസ്കൃതം, ഗ്രീക്ക്, ഫ്രഞ്ച്, ഇങ്ങനെ ലാറ്റിൻ, ഈ ഭാഷകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഏത് മെഡിക്കൽ ടേം എടുത്താലും എന്താണെങ്കിലും അത് നിങ്ങൾക്കറിയാം, ദിസ് വാസ് ഒറിജിനേറ്റഡ് ഫ്രം ലാറ്റിൻ, ഗ്രീക്ക് എന്നൊക്കെ നമുക്ക് കാണും. അതാണ് ഇതിന്റെ ഒരു ഹിഡൻ കാര്യം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിക്കളയാം. റുമാക്കാമിന്റെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ്, വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആൻഡ് ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ആണ് കൂവളം. ഇംഗ്ലീഷിൽ ബെയിൽ എന്ന് പറയും, BAEL. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇത് എല്ലാവർക്കും നല്ലോണം പരിചയമുള്ള ഒരു ചെടിയാണ്. ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. നിങ്ങൾ മാലയ്ക്ക് കെട്ടുമ്പോൾ കാണാറുണ്ട്, കൂവള മാലയ്ക്ക് കെട്ടിയിട്ട് ശിവനെ ചാർത്തുന്നത് കാണാറുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അത്. അതിന്റെ കൂടെ ഞാൻ ഇതും ആഡ് ചെയ്യുന്നുണ്ട്. ടേക്ക് എ ലുക്ക്. ഓക്കെ, അപ്പോൾ കൂവളം ഇതിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചെടിയാണ്. കൂവളം വളരെ ബെസ്റ്റ് ആണ്. വാത കഫ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖത്തിനെയും മാറ്റും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റെസ്പിറേറ്ററി ഇഷ്യൂസിനെ മാറ്റും. ശരീരത്തിലുള്ള നീര് കുറയ്ക്കാനായിട്ട് സാധിക്കും. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് എന്ന് കരുതി ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞു വാത കഫ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നത്തിനെയും അതിനെ മാറ്റിക്കളയും. ഓക്കെ, അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഹരിതകി. വീണ്ടും ചിത്രം ഇടുകയാണ്. എല്ലാവർക്കും മരുന്നിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് പിക്ചർ ഇടുന്നത് കേട്ടോ. അപ്പൊ ഹരിതകിയും ഇതേമാതിരി തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി, ബോഡിയിലത്തെ സ്വെല്ലിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹരിതകി. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. അപ്പോൾ ത്രിഫലയിലെ ഒന്നാണ് ഹരിതകി. ഓക്കെ, നെല്ലിക്ക, താണിക്ക കേട്ടിട്ടില്ലേ? അതെ. അപ്പോൾ അതേപോലെ കൂവളുണ്ട്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹരിതകി ഉണ്ട്, പിന്നെ ഉള്ളത് മോറിങ്കയും ഇതില് വൺ ഓഫ് ദ നല്ലൊരു മെഡിസിൻ ആണ്. നീര് കുറയ്ക്കാനും അതേമാതിരി യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും ഒക്കെ നല്ലൊരു ഇതാണ്. അപ്പൊ ഇതിലുള്ള ഒരുവിധം എല്ലാ മെഡിസിൻസും, കുറച്ച് മെഡിസിൻസേ ഉള്ളൂ, പക്ഷെ ആ എല്ലാ മെഡിസിനും ബോഡിയിലെ സ്വെല്ലിംഗ് കുറയ്ക്കാനും, ഡയബറ്റീസിന് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനും, അതേപോലെ എന്തെങ്കിലും നീരോ അല്ലെങ്കിൽ വേദനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനും, പിന്നെ വാതകഫ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസിനും കൂടി കുറയ്ക്കാനാണ് മെയിൻ ആയിട്ട് ഈ ടാബ്ലറ്റ്. അപ്പൊ തീർച്ചയായിട്ടും ആർക്കെങ്കിലും വേദനകളിൽ അവരത് കഴിക്കണം. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ഞാൻ ഒരുപാട് പേഷ്യൻസിന് കൊടുത്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെ ഒരു കാര്യം, മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാനൊരു ഡയറ്റ് ചാർട്ടിനെ കുറിച്ച് ഇട്ടിരുന്നു. ആർക്കെങ്കിലും സ്പെസിഫിക് പേഴ്സണലി ഡയറ്റ് ചാർട്ട് വേണോ, കൈൻഡ്ലി നിങ്ങളുടെ നമ്പർ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു.